സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവാഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ നയനാരീശ്വരെയും ദൈവങ്ങളെയും ഗുരുദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ സമക്ഷം സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുകയാണ്. സസന്തോഷം നിങ്ങൾ രണ്ടുപേരും കൂടെ സ്വീകരിക്കുക. കുംഭമേളയിലെ വൈറൽ സുന്ദരി മൊണാലിസ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി അവർക്ക് വിവാഹം കഴിക്കണം, തൻ്റെ കാമുകനായ ഫർഹാനോടൊപ്പം വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം പോലീസുകാരോട് പറയുന്നത്. അതായത് തൻ്റെ മാതാപിതാക്കൾ കാമുകനോടൊപ്പം പോകാൻ സമ്മതിക്കുന്നില്ലെന്നും എന്നാൽ അതേ തുടർന്ന് ഒരു വിവാഹത്തിനൊരു പിന്തുണയാണ് അവർ ഇവിടെ നിന്നും ആവശ്യപ്പെട്ടത്. അതായത് ഇരുവർക്കും പ്രായപൂർത്തി ആയതിനാൽ പോലീസ് അവരെ കാമുകനോടൊപ്പം വിടുകയും ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി നെയ്യാറ്റിൻകര അരുമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ വിവാഹം നടക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാം നമുക്ക് എല്ലാവരും. മറ്റുള്ളവർ പറയുന്ന പോലെ നോർത്തിലേക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവരിപ്പോ തമ്പാനൂർ പോലീസിൽ പറഞ്ഞിരിക്കുന്നവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ഈ കുട്ടികളുടെ ധൈര്യം. ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. ഓക്കെ, പോലീസോട് പറഞ്ഞത് മനസ്സിലാക്കുന്നത് സമാധാനം ജീവിക്കാൻ ഇവിടെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം ഇതാണ് കേരളം. അതാണ് കേരളം കമ്മ്യൂണൽ ഹാർമണിയുടെയും മാനവ സൗഹൃദത്തിന്റെയും ഇടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കും പരസ്പരം വിവാഹം കഴിക്കാനുള്ള അവകാശം, അല്ലേ? വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷേ അതേസമയം അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നു വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. CPM എങ്ങനെയാണത്? CPMിലേക്ക് എങ്ങനെയാണ് മൊണാലിസ എത്തിയത്? അത് എത്തിയത് വളരെ ഞങ്ങളിലേക്കൊന്നും എത്തുന്നില്ല. ഇത് യാദൃശ്ചികമായി അവർ ഈ പറയുന്ന വിവരം പറഞ്ഞ് ഞങ്ങൾ എത്തുന്നതാണ്. അവരുടെ വിവാഹം നടക്കുന്നതെന്നറിഞ്ഞ് ആ വിവാഹം അതൊക്കെ അവർ തിരഞ്ഞെടുത്തത്. ഞങ്ങള് വിവാഹം കഴിച്ചവരെ ഞങ്ങൾ അഭിനന്ദിക്കാനും വിവാഹ ചടങ്ങിൽ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന രീതിയിൽ അവർ വിവാഹിതരാകുന്നു. മഹാരാഷ്ട്രയിലുള്ള ചെറുപ്പക്കാരനും മധ്യപ്രദേശിലുള്ള യുവതിയും അവർ രണ്ടുപേരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥലം ഏതാണ് എന്നത് സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് കേരളമാണ്. അങ്ങനെ അവർ കേരളത്തിൽ വന്നു. കേരളത്തിലെത്തിയപ്പോൾ അവരുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരിവിടെ വന്നിട്ടാണ്, അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു ക്ഷേത്രം, പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രം എന്ന രീതിയിലാണ് ഇവിടെയും അവരെത്തിയിട്ടുള്ളത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സർവ്വമത വിഭാഗങ്ങളിലും അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു വ്യക്തമായിട്ട് സർവ്വമത സമ്മേളനത്തിൽ പറഞ്ഞത്. വിവിധ പേരുകളുണ്ട് മതത്തിൽ, പക്ഷേ എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണെന്നാണ്. മാനവീയതയാണ്, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആജ്ഞ നൽകിയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് മഹാരാഷ്ട്രക്കാരനും അതുപോലെ തന്നെ മധ്യപ്രദേശുകാരിയും തീരുമാനിച്ചത്. ആ തീരുമാനത്തെ മനുഷ്യൻ പൊതുവെ, സമൂഹം പ്രത്യേകിച്ചു പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകുന്നു എന്നുള്ളതിന് സാക്ഷി നിൽക്കുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഈ കേരള സ്റ്റോറി സിനിമയിലൊക്കെ മറ്റൊരു കേരളത്തെയാണ് അവർ വരച്ചു കാട്ടാൻ ശ്രമിച്ചത്. ഉള്ള മറുപടിയായി ഇത്തരം കാര്യങ്ങൾ മാറും. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം ജനകീയമായ, മനുഷ്യത്വപരമായ, മനുഷ്യസ്നേഹപരമായ ഒരു അവബോധം രൂപപ്പെടുത്തിയിട്ടുള്ള നാട് എന്ന രീതിയിൽ കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ്
ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ ആശംസിക്കുക, അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയും ചുമതലയുമായിട്ട് ഞങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്നേ അർത്ഥം.